എല്ലാ കണ്ണുകളും തെക്കേ ഗോപുര നടയിലേക്കാണ്. പാറമേക്കാവ് വിഭാഗത്തിന്റെ തെക്കോട്ടിറക്കം അല്പസമയത്തിനകം തന്നെ നടക്കും. വാദ്യസംഘം ഗോപുര നടയിലൂടെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. പാറമേക്കാവിലെ തെക്കോട്ടിറക്കത്തിനു വേണ്ടി പുരുഷാരം പൂരനഗരിയിൽ തെക്കേ ഗോപുര നടയുടെ നടുക്ക് മധ്യഭാഗത്തായി നിലയുറപ്പിച്ചിരുന്ന മനുഷ്യർ ഇരുഭാഗത്തേക്കും മാറിക്കൊടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. വി എസ് രഞ്ജിത്തും ജേസൺ ചാമോളപ്പിലും വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. രഞ്ജിത്ത്, ജേസൺ, തെക്കോട്ടിറക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മളെല്ലാവരും കുടമാറ്റത്തിന് കാത്തിരിക്കുകയാണ്. മാധു, തീർച്ചയായിട്ടും കുടമാറ്റത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഒരു അരമുക്കാൽ മണിക്കൂറോളം വേണ്ടിവരുമെന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ തെക്കോട്ടിറക്കത്തിന്റെ തുടക്കമാണ്. വാദ്യക്കാരിങ്ങനെ കൊട്ടി ഇറങ്ങുകയാണ് താഴോട്ട്. അവർ അങ്ങനെ ഇറങ്ങി അത് മറുപുറത്തേക്ക് എത്തി അഭിമുഖമായി നിന്ന് മറ്റേ കൂട്ടരെത്തി വേറെ മുഖാമുഖം നിൽക്കേണ്ടതുണ്ട്. അങ്ങനെ രണ്ടു കൂട്ടരും മുഖാമുഖം നിൽക്കുമ്പോഴാണ് നമുക്ക് ആ കുടമാറ്റത്തിന്റെ തുടക്കമെന്ന് പറയാൻ പറ്റുക. നിശ്ചയിച്ച സമയം 5 മണി ആണെങ്കിലും ഒരു 5:30യോടുകൂടി തുടങ്ങാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട്. കാരണം ആ രണ്ട് സംഘവും മുഖാമുഖം നിൽക്കേണ്ടതുണ്ട്. 15 മിനിറ്റ് എന്ന് പറഞ്ഞെങ്കിലും 15 സെറ്റ് കുടകളെങ്കിലും ഉയർത്താതെ അവർക്ക് കടന്നു പോകാൻ പറ്റില്ല. കാരണം അത്രയും ആൾക്കൂട്ടം ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. സസ്പെൻസുകളും സർപ്രൈസുകളും ഒക്കെയുള്ള ഒരു കുടമാറ്റം തന്നെയായിരിക്കും ഇത്തവണയും. അത് മിനിറ്റുകളുടെ എണ്ണത്തിൽ അളവിന്റെ കുറവുണ്ടെങ്കിലും അത് ആ എണ്ണത്തിൽ കുറവുണ്ടെങ്കിലും അത് ആ കാഴ്ചകളിൽ അവർ പരിഹരിക്കുന്ന തോന്നുന്നു. സ്വാഭാവികമായും തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും ആർഭാടപൂർണമായ 2 പരിപാടികൾ, 2 ചടങ്ങുകളാണ്. ഒന്ന് വെടിക്കെട്ടും, ഒന്ന് കുടമാറ്റവും. അതിന്റെ ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ ജനം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന ജനം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരുക്കം കഴിഞ്ഞ കുറെ കാലങ്ങളായി നടന്നു വന്നിരുന്നു. ഏറ്റവും ഗംഭീരമായ പുതുമയുള്ള അതോടൊപ്പം തന്നെ ആകർഷകമായ കുടകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിനിടയിലാണ് അത് പൂർണ്ണമായി ഉയർത്താൻ കഴിയാത്തൊരു സാഹചര്യം വന്നിരിക്കുന്നത്. പക്ഷേ ഈ എത്തിച്ചേർന്നിരിക്കുന്ന പുരുഷാരത്തെ തൃപ്തിപ്പെടുത്താതെ മടങ്ങാൻ ഇവിടെ എത്തിയിരിക്കുന്ന പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ കഴിയില്ല. അത് അവരോട് ഉത്തരവാദിത്തമാണല്ലോ. കാരണം ഇത് കേരളത്തിന്റെ കാഴ്ച. ജയ്സൺ, ഈ ലോകത്ത് മറ്റെവിടെ കാണാൻ പറ്റും ഇങ്ങനൊരു കാഴ്ച നമുക്ക്? ഇത്രയും ആൾക്കൂട്ടം ഒരു ചെണ്ടമേളത്തിന്റെ ചുറ്റും ഇങ്ങനെ നിരന്നുകൂടുന്നു. കുറെ ആനകളെ നിരത്തി വെച്ചുകൊണ്ട് അവർക്ക് മുകളിൽ ഇങ്ങനെ ഉയർത്തിക്കാണിക്കുന്ന കുടകൾ, ഇതൊക്കെ ആസ്വദിക്കാൻ വരുന്ന വലിയൊരു ആൾക്കൂട്ടം. ഇത് കേരളത്തിന്റെ തനതായ കാഴ്ചയാണെന്ന് ലോകത്തിന് മുന്നിൽ കേരളം ഒരുക്കും. ഇതാ ഞങ്ങളുടെ കേരളം എന്ന് കാണിച്ചു കൊടുക്കുന്ന ചില കാഴ്ചകളാണ്. അതിന്റെ ചില പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ വന്നു പോകും. പക്ഷെ അത് മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. അങ്ങനെ മാറ്റി നിർത്താൻ പറ്റാത്ത ആചാരപ്പെരുമയുള്ള ആചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഊടും പാവും ചേർത്ത് വെക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ്. അതിന് ആചാരത്തെ വേറിട്ട് നിർത്താനോ ആഘോഷങ്ങളെ വേറിട്ട് നിർത്താനോ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. കാരണം അത് ഊടും പാവും ചേർത്ത് വെക്കുന്നത് പോലെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിൽ ഊടും പാവും ചേർത്ത് വെച്ചിരിക്കുന്ന കാഴ്ചകളെ അതിങ്ങനെ മങ്ങാതെ, അതിൻ്റെ മായാതെ അത് നിലനിർത്തിക്കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ്. ആ നിലനിർത്തിക്കൊണ്ടുപോകേണ്ട കാഴ്ചകളുടെ ഏറ്റവും മനോഹരമായ നയനാഭിരാമമായ കാഴ്ചകളിലേക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് ആ കൊട്ടിക്കയറുന്ന ചെണ്ടകളും അതുപോലെ വാദ്യഘോഷങ്ങളുമായിട്ട് അവരിങ്ങനെ തെക്കോട്ടിറങ്ങുന്നു. അതിന് പിന്നാലെ ആനകൾ നിരത്തുന്നു, പുറത്തേക്ക് വരുന്നു. ആ ചെറിയ ഗോപുര നടയിലൂടെ അവരിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ജയ്സൺ, ഈ പുലർച്ചെ തൃശ്ശൂർ നഗരിയിലേക്ക് പൂരദിനം തൃശ്ശൂർ നഗരിയിൽ വന്നിറങ്ങുന്ന ആളുകൾ ചിന്തിക്കും, എങ്ങനെയാണ് ഒരു ക്ഷതവുമേൽക്കാതെ ഇവിടെ എത്തിച്ചേർന്നിരുന്ന ആയിരക്കണക്കിന് ആളുകളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു പൂരം എങ്ങനെയാണ് നടക്കുക? സ്വാഭാവികമായി ചിന്തിക്കാം. ഈ ചെറിയ ഇട്ടാവട്ടത്തിനുള്ളിൽ നിരവധി ഗജവീരന്മാർ, വെടിക്കെട്ട്, മേളം, ജനക്കൂട്ടം തുടങ്ങി ഈ വലിയ സംവിധാനത്തെ യാതൊരു ആശങ്കയുമില്ലാതെ, യാതൊരു ക്ഷതവുമില്ലാതെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു അപൂർവമായ കാഴ്ച. അതിൽ നിരന്നു നിൽക്കുന്ന ഗജവീരന്മാരാണല്ലോ ഏറ്റവും മനോഹരമായ കാഴ്ച. ഇങ്ങനെ കാട്ടിൽ സഖ്യന്റെ മകൻ, സഖ്യന്റെ മക്കളെന്നൊക്കെ വിളിക്കുന്ന ആ ഗജവീരന്മാരെ അങ്ങനെ അണിനിരത്തി നിർത്തി അവരെങ്ങനെ ആനത്തണ്ടത്തിൽ ഗജരാജ വിരാജിത മന്ദഗതി എന്ന് പറയുന്ന ആ മന്ദഗതിയിലൂടെ ഇങ്ങനെ നടന്നു വരുന്നതും അതിങ്ങനെ അണിനിരന്ന് നിൽക്കുന്നതും അവരെ ഇങ്ങനെ നെറ്റിപ്പട്ടം കെട്ടി വെഞ്ചാമരവും ആലവട്ടവും വീശി അവരിങ്ങനെ നിരത്തി നിർത്തുന്ന മനോഹരമായ കാഴ്ചയുണ്ടല്ലോ. അത് ഈ കാട്ടാനക്കൂട്ടത്തെ കണ്ട് ഭയന്നവരല്ല, ഈ ആനകളെ കണ്ട് അതിന്റെ ചന്തം കണ്ട് ആസ്വദിക്കാൻ വരുന്നവരെ നമുക്ക് ഈ
രാമനെ കാണാൻ എത്ര പേരാ വന്നത്. ഈ രാമൻ തെക്കോട്ടിറക്കത്തിന്റെ നെയ്തലക്കാവിലെ ഭഗവതിയുടെ തിടം പറ്റുന്നത് കാണാൻ നേരത്തെ ആളുകൾ വന്നിരുന്നു. ഇന്ന് ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടം പറ്റി രാമൻ വരുന്നത് കാണാൻ രാമന്റെ ഫാൻസ് ഇത്തവണ ഉണ്ടായിരുന്നു. അങ്ങനെ ആനകളിൽ പലർക്കും ഓരോ ആനകളുടെ ഫാൻസാണ് പലരും ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ഓരോരുത്തരും. ഇപ്പൊ പാറമേക്കാവ് വിഭാഗത്തിന്റെ തെക്കോട്ടിറക്കം ആരംഭിച്ചു കഴിഞ്ഞു. ഈ ആനകൾ, ഈ 15 ആനകളും ഈ വഴിക്കിറങ്ങി താഴോട്ട് വന്ന് തെക്ക് ഭാഗത്ത് വടക്കോട്ടായി അഭിമുഖമായി അണിനിരക്കും. അതിൽ ചില ആനകൾ രാജാവിൻ്റെ പ്രതിമയുണ്ട് ഇവിടെ കോർപ്പറേഷന് മുൻപിൽ. ആ രാജാവിൻ്റെ പ്രതിമയെ വലം വെച്ച ശേഷം തിരിച്ചു വന്നതിന് ശേഷമാണ് കുടമാറ്റം നടക്കുക. ഈ കുടമാറ്റം എത്ര സമയമുണ്ടാകുമെന്ന ആകാംക്ഷയാണ് ഇപ്പോൾ ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ. നേരത്തെ നിശ്ചയിച്ച് 15 മിനിറ്റാണ്. 15 കുടകളാവാം. ആ 15 മിനിറ്റിനുള്ളിൽ ഓരോ കുടകളും ഇങ്ങനെ ഉയർത്തി താഴ്ത്തി അതങ്ങനെ കാഴ്ച വിസ്മയം തീർക്കാൻ സാധിക്കുമോ എന്നൊരു ആശങ്കയുണ്ട്. കാരണം ഒരു കുടയ്ക്ക് 1.5 മിനിറ്റ് വെച്ച് സമയം കണക്ക് കൂട്ടിയാൽ പോലും 15 കുടകൾ 15 മിനിറ്റിനകം നിവർത്തി അതങ്ങനെ അതിന്റെ കാഴ്ച ഭംഗി ആസ്വദിക്കാനുള്ള സമയം ഉണ്ടാവില്ല. പക്ഷേ ഈ 15 മിനിറ്റ് എന്ന് പറയുന്ന ഒരു പക്ഷേ അതൊരു അരമണിക്കൂറിലേക്കൊക്കെ പോയേക്കാം. ഈ കാണുന്ന കാഴ്ച, ഈ തെക്കോട്ടിറക്കത്തിന്റെ ഭംഗിയുണ്ടല്ലോ, അവർ തെക്കോട്ടിറങ്ങുമ്പോൾ തന്നെ ചില വർണ്ണക്കുടകളൊക്കെ ഉയർത്തിക്കൊണ്ടാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ പുറത്തേക്ക് വന്ന് അവരാ വടക്കേ ഭാഗത്തേക്ക് മാറി നിന്ന് മുഖാമുഖം ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന് അപ്പുറത്തെ കൂട്ടർ, ആ മറുകൂട്ടരിങ്ങനെ വന്ന് അവരും മുഖാമുഖം നിന്ന് അതിനുശേഷമേ കുടമാറ്റം ആരംഭിക്കാൻ പറ്റൂ. ഇനി ഇങ്ങനെ വന്നിറങ്ങി പോകുന്ന ഘട്ടത്തിൽ അവർ കുടകൾ മാറി പോകുമോ എന്നൊരു ചോദ്യം നേരത്തെ ജയ്സൺ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുടമാറ്റം ഇപ്പോഴേ തുടങ്ങുമോ അവർ? തീർച്ചയായും അതിനുള്ള സാധ്യതയാണ് ഇപ്പൊ കാണുന്നത്. കാരണം നിരവധി കുടകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ ചേർന്നിരിക്കുന്ന ജനക്കൂട്ടം അതിൽ സാക്ഷ്യം വഹിക്കാൻ എത്തിയിരിക്കുന്നതാണ്. സ്വാഭാവികമായും അവിടെ നിന്ന് ഇറങ്ങുന്ന ആനകൾ, ഓരോ ആനകളുടെയും ഓരോ ആനകളും ഇറങ്ങിക്കഴിഞ്ഞ് നിരന്ന് നിന്ന് പതുക്കെ താഴോട്ടിറങ്ങുമ്പോൾ ഓരോ കുടകളും ഉയരാനുള്ള സാധ്യതയുണ്ട്. എങ്കിലേ അവിടെ എത്തി തിരിച്ച് യഥാർത്ഥ കുടമാറ്റ സമയത്തിലേക്ക് കടക്കുമ്പോഴെങ്കിലും ഒരു 10 ജോഡി കുടകളെങ്കിലും ഉയർന്നു കഴിയും. നമുക്ക് ഈ ആൾക്കൂട്ടത്തെ പോലീസ് വെച്ചിരിക്കുന്ന ഈ വടംകെട്ടി നിയന്ത്രിക്കുക, പോലീസിന്റെ നിയന്ത്രണം, ഇതിനൊക്കെ അപ്പുറത്ത് ഈ ആൾക്കൂട്ടം ഇങ്ങനെ സ്വമേധയാ ഒരു നിയന്ത്രണമുണ്ട്. ആനകൾ ഇങ്ങനെ ഓരോന്ന് വന്ന് അണിനിരക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ പിറകോട്ട് മാറി അവർ രണ്ടായി ഒഴുകുന്ന ഒരു പുഴ ഇങ്ങനെ വഴിമാറി കൊടുക്കുന്നത് പോലെ ആ ആൾക്കൂട്ടം ഇങ്ങനെ വഴിമാറി കൊടുക്കുന്നുണ്ട്. ഈ നോക്കൂ, 3ാമത്തെ ആന അണിനിരന്നു. ഇനി അതിന് പിറകിലായിട്ട് ഇങ്ങനെ ആനകൾ വന്ന് നിരക്കും. അങ്ങനെ നിരന്നു നിൽക്കുമ്പോൾ ആ നിരന്നു നിൽക്കുന്ന ആനകൾ മുന്നോട്ട് പോകുന്നത് ഈ ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ടാണ്. ഈ ആൾക്കൂട്ടം സ്വയം നിയന്ത്രിക്കുകയാണ്. അത് ഈ പൂരത്തിനെത്തുന്ന ആൾക്കൂട്ടത്തിന് ഒരേ മനസ്സാവും. അത് ഇലഞ്ഞിത്തറ മേളമൊക്കെ അങ്ങനെ കഴിയുമ്പോഴേക്കും ആ മേളത്തിന്റെ ലയഭംഗിയിൽ അങ്ങനെ ആൾക്കൂട്ടവും ഒരു പൂരക്കാഴ്ചക്കാരായിട്ട് മാറുന്നുണ്ട്. അതൊരു ഒറ്റ മനസ്സായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഈ കൊട്ടുകാർക്കും മേളക്കാർക്കും അതിന് പിറകിലായിട്ട് ആനക്കാർക്കും അതിന് പിറകിലായി ദേശക്കാർക്കും ഒക്കെ മുന്നോട്ട് ഇങ്ങനെ ഒഴുകിപ്പോകണമെങ്കിൽ അതങ്ങനെ വഴിമാറിക്കൊടുക്കുന്ന ഒരു തിരക്ക്, വഴിമാറിക്കൊടുക്കുന്ന ഒരു ആൾക്കൂട്ടം അവിടെ ഉണ്ടായി. ആൾക്കൂട്ടം കൂടി ചേർന്നതാണ് ഈ പൂരക്കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ 4ാമത്തെ ആനയും അവിടെ അണിനിരന്നു കഴിഞ്ഞു. ആ 4ാമത്തെ ആനയ്ക്ക് പിറകിലായി അടുത്ത ആന വരും. അങ്ങനെ ഓരോ ആനകളും അണിനിരക്കുമ്പോൾ ഈ ആൾക്കൂട്ടം ഇങ്ങനെ വകഞ്ഞു മാറി 2 ഭാഗത്തെയും മാറിക്കൊടുക്കുന്നുള്ള ഒരു മനോഹരമായ കാഴ്ചയാണ്. ഈ തിരുവമ്പാടിയും പാറമേക്കാവിൻ്റെയും വിഭാഗങ്ങൾ പരസ്പരം അഭിമുഖമായി നിന്ന് കഴിഞ്ഞ് ഈ ആൾക്കൂട്ടത്തിനിടയിൽ പണ്ട് ഞാൻ പെട്ട ഒരു ഓർമ്മയാണ് എനിക്ക് വരുന്നത്. ഇത് കഴിഞ്ഞ് എല്ലാ ഗ്യാപ്പുകളൂടെ അടയും. ജനസമുദ്രമായിരിക്കും, കറുത്ത കുട നിവർത്തിയ പോലെ നിൽക്കുന്ന സ്ഥിതിയാണ്. അതിൽ വാരിയിട്ട താഴോട്ട് പോകാതെ അതിനിടയിൽ പെട്ട ഒരു അനുഭവം എനിക്കുണ്ട്. നമുക്കൊന്നും ചെയ്യാനില്ല, വെറുതെ നിന്ന് കൊടുക്കുക മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങും. അതെ, നമ്മൾ അറിയാതെ തന്നെ നമ്മളെങ്ങനെ ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും, അതേപോലെ തിരിച്ച് ഒരു കടലിന് നടുക്കപ്പെട്ട് തിര നമ്മളെ കൊണ്ടുപോകുന്ന അതേ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഇത്തവണ കുറച്ച് ചൂട് കൂടുതലുണ്ട്. സാധാരണ മേടമാസമാണ്, മേടച്ചൂടുണ്ട്. ആ മേടപ്പുലരിയിൽ മേടച്ചൂടിൽ മേടപ്പൂരമാണ്. ആ മേടപ്പൂരം പക്ഷെ ഇത്തവണ കുറച്ച് കൊടും ചൂടിലാണെന്ന് മാത്രം. പക്ഷെ നോക്കൂ, ഓരോരുത്തരും വെഞ്ചാമരം, അവനവനൊരു വെഞ്ചാമരുണ്ട്. ആനയ്ക്ക് വെഞ്ചാമരം വീശുന്ന പോലെ എല്ലാവരുടെയും കയ്യിൽ ഒരു വെഞ്ചാമരം അവരവർക്ക് വേണ്ടി വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം